ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. കുറച്ച് കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായി പോയി. ഞാനിപ്പോൾ യെന എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെയാണ്, എയർഫോർട്ട് എന്ന് പറഞ്ഞ സിറ്റിക്ക് മൂവ് ചെയ്തു. കുറച്ച് റീസൺസും അങ്ങനെ ഉണ്ട്. അതിനൊക്കെ പറ്റിയൊക്കെ പിന്നീട് ഒരു വ്ളോഗിൽ പറയാം. ഇവിടെ ഇപ്പോൾ ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ടൂറൊക്കെ വേറൊരു വ്ളോഗിൽ കാണിക്കാം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്സ്കർഷന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നാളെ ഏർലി മോർണിംഗ് ആണ് പോകേണ്ടത്. ഒരു 7 days എക്സ്കർഷനാണ്. ഇറ്റലിക്കാണ് പോകുന്നത്. ഇറ്റലിയിൽ ലേക്ക് ട്രാസിമെനോ എന്ന് പറഞ്ഞൊരു ലേക്ക് ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു ക്യാമ്പിംഗ് വില്ലേജിലേക്കാണ് പോണത്. പിന്നീട് അതിൻ്റെ ചുറ്റുമുള്ള ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ പോയിട്ട് സ്പീഷീസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ജർമ്മനിയിൽ മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് എവല്യൂഷൻ, ഇക്കോളജി ആൻഡ് സിസ്റ്റമാറ്റിക്സ് ആണ്. അപ്പോൾ അതറിയുന്നവർക്ക് ഐ ഗെസ് ഞാൻ എന്തായിരിക്കും ഇറ്റലിയിൽ പോയിട്ട് എക്സ്കർഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാമെന്ന് അറിയുണ്ടാവും. ഇല്ലാത്തവർക്ക് വഴിയെ കാണാം. അപ്പോൾ നാളെ ഏർലി മോർണിംഗ് പോകണം. അപ്പോൾ നാളെ കാണാം. ഞാനിതപ്പോൾ ട്രാം ഇറങ്ങി ഇനി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. അവിടെ നിന്നാണ് എല്ലാവരും കൂടെ ബസ് കയറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 പേരും കൂടെ വരാണ്ട്, അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളോട് ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലേക്ക് വരാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മെല്ലെ എത്തി. ഞാൻ കരുതിയത് ബസ്സിലാണ് പോണത് എന്നാണ് കേട്ടോ. പക്ഷെ അല്ല, കാറിലും മിനി വാനിലും കൂടി ആയിട്ടാണ് പോണത്. 2 പ്രൊഫസേഴ്സിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ ടോട്ടൽ 14 പേരാണുള്ളത്. അപ്പോൾ അതായത് ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. യെനയിൽ ഇറ്റലിക്ക് ഓൾമോസ്റ്റ് 17 hours ഉണ്ട് എന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. ട്രാഫിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 17 hours ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ എത്തും. പിന്നെ ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാതെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പോണത്. സോ വളരെ എക്സൈറ്റഡ് ആണ്. ജസ്റ്റ് വാഷ്റൂം യൂസ് ചെയ്യാനും പിന്നെ ഡീസൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ നിർത്തിയ സ്ഥലമാണിത്. അവിടുത്തെ വ്യൂ വാസ് ഇൻക്രെഡിബിൾ. മൗണ്ടെയിൻ, ഐ ഗെസ് ആൽപ്പ് മൗണ്ടെയിൻ്റെ ഭാഗമാണ് ഇതെന്ന്. അത് കണ്ട് അവിടെ നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു 15 minutes സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു രാവിലെ പുലർച്ചെ 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 4 മണിയായിട്ടുണ്ട്. ഒരു 11 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ ഇറ്റലി എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ലേക്ക് ട്രാസിമെനോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അവിടെയാണ് ക്യാമ്പിംഗ് വില്ലേജ് ഉള്ളത്. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഫി കുടിക്കാൻ പോവാണ്. ഇവിടെ നിർത്തിയിട്ടിരിക്കണം. വ്യൂ നല്ല രസമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ആക്ച്വലി ഒരു 360 degree മൗണ്ടെയിൻ വെച്ചിട്ട് കവേർഡാണ്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ചുറ്റും മൗണ്ടെയിൻസ് ആണ്. റോഡ് ട്രിപ്പ് അധികം പോവാത്തതുകൊണ്ട് എനിക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല കുറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ട്. ടൈം ഇപ്പോൾ ഏകദേശം 10 മണിയായി. ഞങ്ങളിതപ്പോൾ ക്യാമ്പിംഗ് വില്ലേജിലെത്തി. ഇവിടെയാണ് ഇനിയിപ്പോൾ എക്സ്കർഷൻ തീരുന്നവരെ നിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ ബംഗ്ലാ. ഇവരിതിനെ ബംഗ്ലാ എന്നാണ് കേട്ടോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. 3 റൂംസ് ഉള്ള ഒരു സ്പേസാണ്. അതുപോലെ 3 എണ്ണമാണ് നമുക്കുള്ളത്. 3 ബംഗ്ലയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ വലിയൊരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 17 hours ഡ്രൈവ് ഉണ്ടായിരുന്നു കാറിൽ. ഞാനല്ല ഡ്രൈവ് ചെയ്തത്, പക്ഷേ എന്നാലും കാറിലൊരു 17 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഇപ്പോൾ സ്റ്റേ അടിക്കണോടെ എത്തി. നല്ല സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ കുറേ ബംഗ്ലാ പോലെയാണ്. അതിൽ ഒന്നിൽ 6 പേർക്ക് നിൽക്കാം, പക്ഷെ ഞങ്ങൾ 4 പേരാണ് നിൽക്കുന്നത്. വന്നു, ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ നാളെ 10 മണിക്കാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കൂടെ. ഞങ്ങൾ 3 വണ്ടിയിലാണ് വന്നത്. ഒരു മിനി വാൻ ഉണ്ടായിരുന്നു, 2 കാറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തി. ഇനിയിപ്പോൾ പോയി റെസ്റ്റ് എടുക്കണം. നാളെ കാണാം. എക്സ്കർഷൻ എന്താവുന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നാളെയാണ് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എക്സ്കർഷനിലെന്ന് അറിയാം. അപ്പോൾ നാളെ കാണാം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഇതാ നീറ്റു റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഹൈക്കിങ്ങിന് പോവുകയാണ്. ഇവിടെ അടുത്തൊരു ലേക്ക് ഉണ്ട്. ഇതാ അവിടെ കാണുമോയെന്നറിയില്ല. അവിടെ ഒരു ലേക്ക് ഉണ്ട്.
ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി പോകണം, അതുകൊണ്ട് അധികം ദൂരത്തേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇതുവഴിയാണ് ഞങ്ങൾ നല്ല രാത്രി വന്നത്. ഇവിടെ പാർക്കിംഗ് സ്ലോട്ടും കാരവൻസൊക്കെ ഉണ്ട്. പാർക്കിംഗാണ് ഇത്. 3 കേട്ടോ ഞങ്ങളുടെ. 1 2 3. ഇന്നലെ അത്യാവശ്യം ട്രാവൽ ചെയ്തുകൊണ്ട് നല്ലോണം കിടന്നുറങ്ങി കേട്ടോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഫ്രഷായിട്ട് നീറ്റ് ചെയ്താൽ ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് കഴിക്കുക, ഇറങ്ങുക, അത്രേ ചെയ്യുള്ളൂ. പ്രൊഫസേഴ്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു 9:45 ആകുമ്പോൾ അങ്ങോട്ടേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബൂട്ട് വാങ്ങിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ ക്യാപ്പും ഗ്ലാസ്സും ഇടണം, സൺഗ്ലാസ്സും ഇടണം. അത്യാവശ്യം വെയിലത്ത് നല്ല നടക്കുന്നുണ്ടാവും. അപ്പോൾ പോയിട്ട് എന്താവുമെന്ന് നോക്കി വെക്കാം. ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കുറച്ച് മിന്നായം പോലെ കണ്ടിരുന്നു കേട്ടോ. ഇവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ഇതാണ്ടോ, നേരെ നോക്കിയാലോ ലേക്ക് കാണാം. എനിക്കറിയില്ല കാണുന്നുണ്ടോ എന്ന്. മെയിനായിട്ട് ഓരോരുത്തർക്കും ഓരോ സ്പീഷീസിൻ്റെ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവരെ കളക്ട് ചെയ്തിട്ട്, അതായത് സ്പീഷീസ് കളക്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഒരു ബേസിക് ഐഡിയ എനിക്കുള്ളത്. ബട്ടർഫ്ലൈസ്, അതായത് ലെപ്പിഡോപ്റ്ററയാണ്. എനിക്കും ദേബ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവളും ഇന്ത്യയിൽ തന്നെയാണ്. ഞാനും ദേബയാണ് ഒരു ഗ്രൂപ്പ്. ഞങ്ങൾ ലെപ്പിഡോപ്റ്ററയാണ് ചെയ്യുന്നത്. ഞങ്ങളിതിപ്പോൾ ഇന്നലെ രാത്രി വന്നുകൊണ്ട് ചെക്കിന് പ്രോപ്പർലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ചെക്കിൻ ചെയ്തു. ഈ സ്ഥലത്താണ് ഞങ്ങളുള്ളത്, ബഡിയാസിയ ക്യാമ്പിംഗ് വില്ലേജ്. അപ്പോൾ ഇതാ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ 3 സ്പോട്ടിലേക്കാണ് പോകാനുള്ളത്. ഓരോ സ്പോട്ടിലും ഒരു 2 hours വെച്ചിട്ട് നമ്മൾ സ്പീഷീസ് കളക്ട് ചെയ്യും. പിന്നീട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ 2 മൈക്രോസ്കോപ്പ് ഉള്ളത്. പിന്നെ ഫീൽഡിലേക്ക് കളക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ എത്തനോളോ ഈഥൈൽ അസറ്റേറ്റോ വയലിൽ എടുത്തിട്ട് വേണം നമ്മൾ കൊണ്ടുപോയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ലെപ്പിഡോപ്റ്റർ നെറ്റ് വെച്ചിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. ഈ നെറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്വീപ്പ് ചെയ്തിട്ടാണ് ബട്ടർഫ്ലൈനെ ക്യാച്ച് ചെയ്യുക. കോഴ്സിൻ്റെ ഭാഗമാണിത്, ക്രെഡിറ്റ് ഉണ്ട്. ഞാൻ കുറേ നേരമായി ഒരു പൂമ്പാറ്റ പിടിക്കാൻ ശ്രമിക്കുന്നു. പൂമ്പാറ്റയൊന്നും അങ്ങ് നിന്ന് തരുന്നില്ല പിടിക്കാൻ. ഫണ്ണാണോ ചോദിച്ചാൽ ഫണ്ണാണ്, പക്ഷെ അത്യാവശ്യം എനർജി വേണം. The butterflies, the lepidopter, and we are all scratched. Yeah, we have a lot of scratch. Yeah, it's like some kind of souvenir in our body. Yeah. First spot എങ്ങനെയുണ്ടായിരുന്നു ബിച്ചു? വളരെ മോശമായിരുന്നു. എനിക്കൊന്നും കിട്ടിയില്ല. അവനേതോ ഹെമിപ്റ്റർ എന്ന് പറഞ്ഞ ഗ്രൂപ്പാ ചെയ്ത്. അത് നല്ല ഗ്രൂപ്പ് ആയതുകൊണ്ട് ചെക്കൻ കാട്ടിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ടും കിട്ടിയില്ല. ഞങ്ങൾക്ക് പിന്നെ പൂമ്പാറ്റ് പിടിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് കിട്ടി. ആദ്യം പണ്ടിപ്പെടേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് അത്യാവശ്യമൊക്കെ കിട്ടി. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ കാട്ടിൽ കടന്ന് മറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പോൾ കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കുറേ സ്പോട്ട് പോകുമ്പോൾ അത്യാവശ്യം കിട്ടുന്നു വരുന്നു. ഇതാണ് സെക്കൻഡ് സ്പോട്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ വന്നിട്ടാണ് കേട്ടോ നമ്മൾ കളക്ട് ചെയ്യുന്നത്. എൻ്റെ പ്രൊഫസറിൻ്റെ പേര് ഹാൻസ് പോൾ എന്നാണ്. ആള് ഇവിടെ എല്ലാം വന്നിട്ട് വളരെ ബൈഹാർട്ടാണ് എല്ലാ സ്ഥലങ്ങളും. സ്റ്റുഡൻസിന് എല്ലാ ഇയേഴ്സും ഇങ്ങനെ കൊടുന്നിട്ട്. അപ്പോൾ ആള് ഫ്രണ്ടത്തെ കാറിൽ പോവും, എവിടെ നിർത്തുന്നോ അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് ഇതുപോലെ ഇറങ്ങി ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇതുപോലെ ഓരോ വയൽസിലാണ് നമ്മൾ ഇവരെ കളക്ട് ചെയ്ത് വെക്കുക. ഓരോ വയൽസിലും നമ്മൾ ഓരോ സ്പോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ കണ്ടോ, അടിച്ചു കുത്തി കയറുന്ന വെയിലാണ്. ഇവിടെ നിന്ന് അധികം സ്പീഷീസ് കിട്ടിയില്ല. ഫസ്റ്റ് പോയവിടുന്ന് മാത്രമേ കിട്ടിയത്. നല്ല ചൂടുമാണ്. കുറച്ച് നേരം കൂടി ഇവിടെ നോക്കിയിട്ട് കിട്ടുമോ നോക്കണം. ഒന്നും കഴിച്ചിട്ടുമില്ല. രാവിലെ മുതൽക്ക് ആ ഒരു ക്രോസോണ്ടും നൂഡിൽസാണ് കഴിച്ചത്. പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന കരുതുന്നേ. ഇന്നത്തെ കളക്ഷനൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 3:35 3:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ കിച്ചൺ ഏരിയ പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഗ്രോസറീസ് വാങ്ങിയിട്ട് പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം.
പിന്നെ റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്യണം. Sad. ഇറ്റലിയിൽ വന്നിട്ട് ജീവിതമാർഗം കണ്ടുപിടിക്കുന്ന വിമൽ ദാസ്. Matake. Matake. Gilanji. ഞങ്ങളങ്ങനെ തിരിച്ചു വന്നു. ഞങ്ങളുടെ ഫീൽഡ് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കളക്ട് ചെയ്തൊക്കെ ഇനി രാത്രി ഡിറ്റർമിൻ ചെയ്യാം. ഏതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണതും അതിനെക്കുറിച്ച് നോക്കാനുള്ളതൊക്കെ രാത്രിയാണ്. പിന്നെ നൈറ്റ്സിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ട് ഓരോ ഗ്രൂപ്പായിട്ട്. ഇപ്പോൾ ചില്ല് ചെയ്ത് ചുമ്മാ റൂമിൽ വന്നിരിക്കുക. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രൊഫസർ വന്നത്. നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് കൊടുത്തിരുന്നേ. അപ്പോൾ അത് തിരിച്ചു തരാൻ വന്നതാണ്. അപ്പോൾ ഞാനത് ഓടിപ്പോയി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, നമ്മളിവിടെ ചില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നു. അപ്പോൾ ഒന്നും കാണാനൊന്നും പറ്റിയില്ല, കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് പോയി. നമ്മൾ ലെപ്പിഡോപ്റ്റർ പൂമ്പാറ്റേനെ പിടിക്കാൻ പോയി. അത്യാവശ്യം ഡാമേജുകൾ കിട്ടിയിട്ടോ. ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, കോറിപ്പോയി കുറേയൊക്കെ. പിന്നെ ഇതിനാണല്ലോ വന്നത്. പക്ഷേ ഫീൽഡ് വർക്കായിട്ട് നോക്കുമ്പോൾ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ആരും അങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യുമൊന്നുമില്ല, ചെയ്യേണ്ട ആരും ചെയ്തു പോവുക. പിന്നെ പ്രൊഫസേഴ്സ് അവരുടെ വഴി, നമുക്ക് നമ്മുടെ വഴി അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും ഞങ്ങൾ നൈറ്റാണ് ഡിറ്റർമിൻ ചെയ്യാനും ബാക്കിയൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുവരെ എന്താ ചെയ്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്യാമ്പിംഗ് വില്ലേജ് ഒന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ കുറേ ബംഗ്ലാസ് ഉണ്ട്, പിന്നെ ലേക്ക് ഉണ്ട്, പൂളുണ്ട്. കഫറ്റീരിയയ്ക്ക് മാത്രമാണ് രാവിലെ പോയത്. അപ്പോൾ ഇനി അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കണം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടേക്ക് ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഞാൻ പോകുമ്പോൾ പോകെ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടെന്ന്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ലൈക്ക് ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും എനിക്ക് ഐ കുഡ് സേ ലൈക്ക് നന്നാവും ഈ ട്രിപ്പ് എന്ന്. ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വരിക അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള പ്ലേസൊക്കെ ആയിരിക്കുമല്ലോ പോവുക ഇറ്റലിയിൽ. ഇതിപ്പോൾ അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ പക്ക സിറ്റീസൊക്കെ വിട്ട് അങ്ങനെ ഒരു ഉൾ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകണ സമയത്ത് നമുക്ക് ട്രെയിന് പബ്ലിക് ട്രാൻസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കാണല്ലോ പൊതുവെ പോവുക. ഇതിപ്പോൾ നമ്മൾ പക്ക കാറിലും ഇതിലൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് വന്നിട്ട് സ്റ്റേ അടിക്കാൻ പറ്റും. പിന്നെ ഇത് പഠനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ആ ഒരു വേ ഉണ്ട്. ഒരു 50% നമ്മൾ അത് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ എൻജോയ്മെൻ്റ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ മൊത്തം നമ്മൾ പോയിട്ട് ഫീൽഡ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഓൺ സ്പേസ് കിട്ടും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടക്കുവാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി. കാണിച്ചു തരുകയും ചെയ്യാമല്ലോ നിങ്ങൾക്ക്. വ്യൂ എന്ന് പറയുന്നത് കിഡിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇനിയൊന്നു കുറച്ച് ദിവസം സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് നമുക്ക് റിലാക്സായിട്ടേ വന്നിരിക്കാൻ പറ്റിയൊരു സ്പേസാണ്. അപ്പോൾ ഇതാണ് ലാഗോ ട്രാസിമിനോ. ലാഗോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ്. ഇറ്റ് മീൻസ് ലേക്ക്. ആൻഡ് ലാഗോ ട്രാസിമിനോ ഇസ് ദ 4th ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇറ്റലി. ഇത് പെറുജിയ എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ ഉംബ്രിയ എന്ന് പറഞ്ഞ റീജിയനിലാണുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ സറൗണ്ടഡ് ബൈ ലാൻഡ്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഈ സൂത്തിങ് വ്യൂ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ പൂളിലേക്ക് പോകാമെന്ന് കരുതിയിട്ടായിരുന്നു. പൂളിലെത്തി. പൂളിൽ കുറച്ച് നേരം കുറച്ച് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം പൂളിലൊക്കെ കളിച്ച് ഞങ്ങളൊന്ന് സെറ്റായി. പൂളിലൊക്കെ കളിച്ചു പോയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, കുളിച്ചു, ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇനിയിപ്പോൾ കിടക്കണം. നാളെ ഇന്നിപ്പോൾ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും പോയി കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 4-5 ദിവസം തന്നെ ആയിരിക്കും. പക്ഷേ പോകുന്ന സ്പോട്ട്സ് ഓരോ സ്ഥലമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.